സറൗണ്ട് സൗണ്ടുകളുടെ ആദ്യ പരീക്ഷണം സിനിമകളിൽ നടത്തുന്നത് വാൾട്ട് ഡിസ്നിയാണ്. 1940 നടന്ന ആ പരീക്ഷണത്തിന് അദ്ദേഹത്തിന് പ്രചോദനമായത് ഒരു ഓപ്ര സംഘത്തിന്റെ സറൗണ്ട് സൗണ്ട് പ്രയോഗമാണ്. തന്റെ സാൻപാസിയ എന്ന മ്യൂസിക്കൽ ചിത്രത്തിലെ കഥാപാത്രം ബംബിൾ ബി എന്ന തേനീച്ചയിലാണ് സറൗണ്ട് സൗണ്ടിന്റെ പ്രയോഗം ഡിസ്നി പരീക്ഷിച്ചത്. പരീക്ഷണം പരാജയമായി. 1950കളിൽ 3 ഓഡിയോ ചാനലുകളിലൂടെയുള്ള ശബ്ദവിതരണ പ്രയോഗം നിരവധി സംഗീതകാരന്മാരും സാങ്കേതിക വിദഗ്ധരും പരീക്ഷിച്ചു. സിനിമയിൽ സറൗണ്ട് സൗണ്ട് ശബ്ദവിതരണത്തിലെ അടുത്ത നാഴികക്കല്ല് 1978 സംഭവിച്ചത്. ഡോൾബി ലബോറട്ടറീസിനു വേണ്ടി മാക്സ്വെൽ എന്ന വിദഗ്ധനാണ് സൂപ്പർമാൻ എന്ന ചിത്രത്തിനു വേണ്ടി സ്പ്ലിറ്റ് സൗണ്ട് എന്ന സങ്കേതം പരീക്ഷിച്ചത്. തുടർന്ന് അപ്പോകാലിപ്സ് നൗ എന്ന ചിത്രത്തിൽ 70mm സ്റ്റീരിയോ സൗണ്ട് റിലീസ് എന്ന 5 ചാനലുകളിലൂടെയുള്ള ശബ്ദവിതരണം വിജയകരമായി പരീക്ഷിക്കുകയുണ്ടായി. 1987 5.1 എന്ന സറൗണ്ട് സൗണ്ട് സങ്കേതം ആദ്യമായി പരീക്ഷിക്കപ്പെട്ടത്. വിഖ്യാത ഫ്രഞ്ച് ക്യാബ്രെ മൗളിൻ റൂഷിലാണ് ഇത് ആദ്യം പ്രയോഗിച്ചത്. തുടർന്ന് സിനിമയിലും വിപ്ലവാത്മകമായ ഈ ശബ്ദവിതരണ ശൃംഖല പരീക്ഷിക്കപ്പെടുകയുണ്ടായി. സിനിമയിൽ സൗണ്ട് സൈഡിൽ വലിയ വിപ്ലവം നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. നമ്മൾ ആദ്യം മോണോ സൗണ്ടിൽ സിനിമ കണ്ടുകൊണ്ടിരുന്ന ഒരു കാലം, അത് കഴിഞ്ഞ് സ്റ്റീരിയോ സൗണ്ട്സ് വന്നു, അത് കഴിഞ്ഞ് 7 ട്രാക്ക് സൗണ്ട്സ് വന്നു, അത് കഴിഞ്ഞ് ഡോൾബി, DTS, ഇപ്പോൾ 5.1 ആണ് ലേറ്റസ്റ്റ് ആയിട്ട് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ അതിൻ്റെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ളൊരു ഫോമാറ്റ് വന്നിരിക്കുകയാണ് 7.1. 7.1 എന്താണെന്നുള്ളതിനെക്കുറിച്ച് വിശദമാക്കാൻ നമ്മളോടൊപ്പം ഉള്ളത് ചെന്നൈയിലെ 4 ഫ്രെയിംസ് സ്റ്റുഡിയോസിലെ ചീഫ് സൗണ്ട് ഡിസൈനർ ശ്രീ രാജ്കൃഷ്ണനാണ്. അദ്ദേഹത്തോട് നമുക്ക് 7.1 കുറിച്ച് സംസാരിക്കാം. ഭയങ്കര വിപ്ലവം നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. മോണോ കഴിഞ്ഞു, സ്റ്റീരിയോ വന്നു, പിന്നെ 7 ട്രാക്ക് സ്റ്റീരിയോ ഫോണിക് വന്നു, പിന്നെ SR വന്നു, ഡോൾബി, DTS ഒരു യുഗം വന്നു. ഡോൾബിയൊക്കെ ആദ്യം വന്നപ്പോഴത്തെ അത് വെച്ച് തമാശകൾ പോലും ഉണ്ടായിരുന്നു. ഡോൾബി ചെയ്യണമെന്ന് പറഞ്ഞതിൻ്റെ പേരിൽ മമ്മൂക്കനെ കുറേ പേര് ഡോൾബി എന്നാണ് വിളിച്ചുകൊണ്ടിരുന്നത് കുറേ കാലം. എന്താണ് ഈ 7.1 അഡ്വാൻറ്റേജസ്? ആക്ച്വലി ഇപ്പോൾ ഈ പറയുന്ന പോലെ 5.1, 6.1 ഇതെല്ലാം ഈ 6.1 കൂടി പ്രിന്റിൻ്റെ കാലം തീരുകയാണ്. ആക്ച്വലി പ്രിന്റിൽ മാക്സിമം നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സൗണ്ട് ഫോർമാറ്റ് എന്ന് പറയുന്നത് 6.1 ആണ്. നമ്മൾ ആദ്യം എനിക്ക് തുടക്കത്തിൽ തന്നെ എന്താണ് ഈ 5.1 എന്ന് പറഞ്ഞാൽ 7.1 എന്താണെന്ന് പറഞ്ഞിട്ട് അർത്ഥമുള്ളൂ. ഈ 5.1 എന്ന് പറയുമ്പം ശരിക്കും അതിൻ്റെ ഒരു ഡിവിഷൻ, ശബ്ദം പല തിയേറ്ററിൻ്റെ പല സ്ഥലങ്ങളിൽ കൂടെ നമ്മൾ ഡിവൈഡ് ചെയ്ത് കൊണ്ടുവരുന്നു എന്നുള്ളതാണ് എൻ്റെ കോൺസെപ്റ്റ്. എങ്കിൽ അതിൻ്റെ ഡിവിഷൻ എങ്ങനെയാണ് നടക്കുന്നതെന്ന് അനുസരിച്ചാണ് ഈ 5.1 എന്ന് പറയുന്നത്. ആക്ച്വലി ലെഫ്റ്റ് 1, സെൻറ്റർ 2, റൈറ്റ്. അപ്പം സ്പീക്കറിൻ്റെ പുറകുവശത്ത് ലെഫ്റ്റ്, സെൻറ്റർ, റൈറ്റ് എന്ന് പറഞ്ഞിട്ട് സെപ്പറേറ്റ് സ്പീക്കേഴ്സ് അലൈൻഡ് ആണ്. അപ്പോൾ അതാണ് ലെഫ്റ്റ്, സെൻറ്റർ, റൈറ്റ്. ദെൻ കംസ് ലെഫ്റ്റ് സറൗണ്ട്. അപ്പോൾ ലെഫ്റ്റ് സറൗണ്ട് എന്ന് പറയുന്നത് ഒരു L ഷേപ്പാണ്. ഒരു L ഷേപ്പിലുള്ള അത്രയും സ്പീക്കേഴ്സും ലെഫ്റ്റ് സറൗണ്ട് ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യണം. അതേപോലെ തന്നെ അടുത്ത ഒരു L ഷേപ്പ് പോലെ റൈറ്റ് സറൗണ്ട്, പിന്നെ സബ്. ഇത് ഇത്രയും ചേർന്നാണ് ഈ 5.1 എന്ന് പറയുന്ന ഒരു സംഭവം. അപ്പോൾ ഈ 5.1 എന്തുകൊണ്ട് ഈ 0.1 എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ശബ്ദത്തിൻ്റെ റിയൽ സൗണ്ട്സ് ആണ് നമ്മൾ സ്പീക്കേഴ്സിലേക്ക്, അതായത് ലെഫ്റ്റിലേക്കും സെൻറ്ററിലേക്കും റൈറ്റിലേക്കും സറൗണ്ടിലേക്കും നമ്മൾ വിടുന്നത് ശരിക്കും ഒറിജിനൽ സൗണ്ട്സ് ആണ്. നമ്മളിപ്പോൾ ഡയലോഗ് ഡയറക്റ്റ്ലി നമ്മൾ സെൻറ്റർ സ്പീക്കറിൽ കൊടുക്കുന്നു. മ്യൂസിക്, സ്ട്രിങ്സ്, ഇത് നമ്മൾ അതിനനുസരിച്ച് ഡിവൈഡ് ചെയ്ത് ഓരോ സ്ഥലത്ത് എവിടെ ഇടണം എന്നനുസരിച്ച് നമ്മൾ സിനിമയുടെ മൂഡ് അനുസരിച്ച് നമ്മൾ സ്പ്ലിറ്റ് ചെയ്ത് വെക്കുന്നു. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഒരു ടോട്ടൽ ലോ ഫ്രീക്വൻസി, അതായത് എന്താ പറയുക, ഇപ്പോൾ ഒരു ബോംബ് എക്സ്പ്ലോഷൻ സംഭവിക്കുന്നെങ്കിൽ അതിൻ്റെ ലോ എനർജി ഉണ്ട്, ഒരു ബേസ് ഫ്രീക്വൻസി. ഇപ്പോൾ നമ്മൾ കാറിലൊക്കെ ഇങ്ങനെ സബ് വെച്ചിട്ട് പോകുന്നുണ്ടല്ലോ, അപ്പം ആ ലോ ഫ്രീക്വൻസി നമ്മൾ ഈ ടോട്ടൽ ചാനലിൽ നിന്ന് ഫിൽറ്റർ ചെയ്തെടുത്തിട്ട് ഈ ലോ ഫ്രീക്വൻസി മാത്രം സബിലേക്ക് കൊടുക്കും. അതുകൊണ്ടാണ് ശരിക്കും പറഞ്ഞാൽ അതിനെ 0.1 അതിനെ സ്പ്ലിറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. കാരണം നമ്മൾ ഡയറക്റ്റ് സിഗ്നൽ അല്ല കൊടുക്കുന്നത്, നമ്മൾ ഇതിനെ ഫിൽറ്റർ ചെയ്തിട്ട് അതിൽ നിന്നുണ്ടാകുന്ന ലോ എനർജി മാത്രമാണ് നമ്മൾ സബിലേക്ക് റൂട്ട് ചെയ്യുന്നത്. അതുകൊണ്ടാണ് അതിനെ എപ്പോഴും മാറ്റി വെച്ചിരിക്കുന്നത്. 6.1 ഡിവിഷൻ 6.1 ഡിവിഷൻ എന്ന് പറയുന്നത് ലെഫ്റ്റ്, സെൻറ്റർ, റൈറ്റ്, ആസ് ഇറ്റ് ഈസ് അങ്ങനെ തന്നെയാണ്. ലെഫ്റ്റ് സറൗണ്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ L ഷേപ്പ് എന്ന് പറഞ്ഞില്ലേ,
എൽ ഷേപ്പ് അല്ല, ആക്ച്വലി ഒരു ഐ ഷേപ്പാണ്. ലെഫ്റ്റ് സറൗണ്ട്, റൈറ്റ് സറൗണ്ട്. ബാക്ക് സറൗണ്ട് ഇല്ലേ, അതിനെ സെപ്പറേറ്റ് ആക്കി വരും. അപ്പം അത് സെപ്പറേറ്റ് ആയപ്പോഴത്തേക്ക് എക്സ്ട്രാ ഒരു ട്രാക്കും കൂടെ ആഡ് ആവുകയാണ്. അപ്പം ലെഫ്റ്റ് സെൻറ്റർ റൈറ്റ്, ലെഫ്റ്റ് സറൗണ്ട്, റൈറ്റ് സറൗണ്ട്, EX ബാക്ക് സറൗണ്ട്. അതപ്പോൾ ഒരു ട്രാക്കായിട്ട് 6.1. അപ്പോൾ അത് ആ 6.1ൻ്റെ ഡെവലപ്മെൻറ്റ് വരെ പ്രിൻറ്റിൽ നമുക്ക് സാധിക്കും. പ്രിൻറ്റിൽ അത് അവൈലബിൾ ആണ്. പക്ഷെ അത് കഴിയുമ്പോഴത്തേക്ക് നമ്മൾ ഡിജിറ്റൽ സിനിമ ഇപ്പം എല്ലാ തിയേറ്റേഴ്സും ഇപ്പോൾ പ്രിൻ്റ് എടുക്കുന്നത് ശരിക്കും പറഞ്ഞാൽ 1-2 പ്രിൻ്റ്, അത് കഴിഞ്ഞ് ബാക്കി എല്ലാ റിലീസും ഡിജിറ്റൽ റിലീസാണ്. അതായത് പറഞ്ഞ പോലെ ക്യൂബ്, UFO, അങ്ങനെ ഒരുപാട് ഫോമാറ്റ്സ് വന്നു. അപ്പോൾ ഇതിനകത്ത് ഡിജിറ്റലിനകത്തൊരു പ്രത്യേക ഒരു പോസിബിലിറ്റി ഉണ്ട്, കൂടുതൽ പോസിബിലിറ്റി ഉണ്ട്. നമ്മൾ മറ്റേ സിനിമയ്ക്കകത്ത് നമ്മൾ പ്രിന്റിൽ ചെയ്യാൻ പറ്റുന്നതിനേക്കാളും കൂടുതൽ കാര്യങ്ങൾ ഇതിൻ്റെ അകത്ത് പണ്ട് ഇത് പ്രിന്റിൽ തന്നെ സൗണ്ടും ആഡ് ചെയ്യായിരുന്നു. ഇപ്പൊ അത് വേണ്ട. ഇപ്പൊ പ്രിന്റിൽ സൗണ്ട് ആഡ് ചെയ്യാൻ പറ്റുന്ന ലിമിറ്റേഷൻ എന്ന് പറയുന്നത് 6.1 വരെയാണ്. ഇനി അതിനുശേഷം നമുക്ക് ഇനി പ്രിന്റിൽ ശബ്ദം ആഡ് ചെയ്യാൻ സ്ഥലമില്ല. ഇപ്പം ഈ പ്രിന്റ് നമുക്കിപ്പം ഈ പറഞ്ഞ പോലെ എല്ലാ സ്ഥലങ്ങളും ഓരോ കമ്പനിക്കാർ എടുത്തു കഴിഞ്ഞു. മെയിനായിട്ടുള്ള ഭാഗം പിക്ചറിനും ബാക്കിയുള്ള എവിടെയൊക്കെ സ്പേസ് ഉണ്ടോ അവിടെയൊക്കെ ഡോൾബിയും DTSും കൂടെ ഏകദേശം ഫില്ല് ചെയ്തു. പിന്നെ SDDS എന്ന് പറഞ്ഞൊരു ഫോർമാറ്റ് ഉണ്ട്, അതും കൂടെ ചേർന്നപ്പോഴത്തേക്ക് ഇനി സ്ഥലമില്ല. പിന്നെ അടുത്ത ഒരു സ്റ്റേജ് എന്ന് പറയുമ്പോഴത്തേക്ക് ഇനി ഡിജിറ്റലിൽ മാത്രമേ എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഡിജിറ്റലിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് പിക്ചർ ട്രാക്ക് സെപ്പറേറ്റും സൗണ്ട് ട്രാക്ക് സെപ്പറേറ്റും ആയിട്ടാണ് അതിൻ്റെ അത് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ പിക്ചർ ട്രാക്ക് ഒന്നാണെങ്കിൽ സൗണ്ട് ട്രാക്ക് ശരിക്കും പറഞ്ഞാൽ 16 ട്രാക്സ് അവൈലബിൾ ആണ്. 16 ട്രാക്കിൽ നമ്മൾ വെറും 6 ട്രാക്കാണ് ഇപ്പോൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ 7.1ൻ്റെ ഡിവിഷൻ എന്താണെന്ന് വെച്ചാൽ ലെഫ്റ്റ്, സെൻറ്റർ, റൈറ്റ്. നമ്മൾ നേരത്തെ പറഞ്ഞാൽ അതിന് യാതൊരു വ്യത്യാസവും വരുന്നില്ല. ലെഫ്റ്റും സെൻറ്ററും റൈറ്റും ആസ് ഇറ്റ് ഈസ് അങ്ങനെ തന്നെ. ലെഫ്റ്റ് സറൗണ്ട് എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇത് ഒരു ലൈൻ മാത്രമേ ഉള്ളൂ, ഈ 2 സൈഡ്, ലെഫ്റ്റ് സറൗണ്ട്, റൈറ്റ് സറൗണ്ട്. അതിനുശേഷം ബാക്ക് സറൗണ്ടിൽ തന്നെ ഡിവിഷൻസ് വരും. ഒന്ന് റിയർ ലെഫ്റ്റ് ആൻഡ് റിയർ റൈറ്റ്, അതിൽ തന്നെ 2 ഡിവിഷൻസ് വന്നു. അപ്പോൾ അപ്പോഴത്തേക്ക് വീണ്ടും 2 ട്രാക്ക് ആഡ് ആവുകയാണ്. അപ്പോൾ അതാണ് ശരിക്കും പറഞ്ഞാൽ 7.1. അപ്പം കൂടുതൽ സാധ്യതകൾ, അതായത് നമുക്കിപ്പോൾ ആംബിയൻസിലും ബാക്കിയുള്ള കാര്യങ്ങളിലും ഇപ്പം ഈ പറയുന്ന ഇംഗ്ലീഷ് മൂവീസ് എല്ലാം ഇപ്പോൾ 7.1 ആണ് ഇപ്പോൾ ഇറങ്ങുന്നത്. ഇപ്പോൾ 5.1 ഇംപ്ലിമെൻ്റ് ചെയ്തിട്ടുള്ള തിയേറ്ററിൽ അത് 7.1 ആക്കാൻ വേണ്ടിയിട്ട് അഡീഷണൽ ആയിട്ട് ഒരു സംഗതി വെച്ചാൽ 30,000 റുപ്പീസ്. അത് സംഭവിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ ഈ പറയുന്ന പോലെ ഒരു പ്രോസസ്സ് ഉണ്ട്, ഡോൾബിയുടെ 650 എന്ന് പറയുന്നത്. ഇപ്പം നമ്മളിപ്പോൾ തിയേറ്ററിൽ വോളിയം കൂട്ടുക കുറയ്ക്കുക എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ഇല്ലേ, അപ്പോൾ അതിൻ്റെ ടോട്ടൽ കാലിബ്രേഷൻ ഹാൻഡിൽ ചെയ്യുന്ന ഒരു പ്രോസസ്സറാണ്. അപ്പോൾ പല തരത്തിലുള്ള പ്രോസസ്സസ് ഉണ്ട്. പക്ഷെ നമ്മുടെ നാട്ടിൽ ഞാൻ എൻ്റെ അറിവനുസരിച്ച് ഏകദേശം എല്ലാവരും ഡോൾബി പ്രോസസ്സസാണ് യൂസ് ചെയ്യുന്നത്. പക്ഷേ ഡോൾബി പ്ലേ ബാക്ക് ചെയ്യാനുള്ള സംവിധാനം അവിടെ ഇല്ല. ഡോൾബി പ്രോസസ്സർ യൂസ് ചെയ്തെന്ന് പറഞ്ഞുകൊണ്ട് നമുക്കൊരു ഡോൾബി പടം അവിടെ പ്ലേ ബാക്ക് ചെയ്യാൻ പറ്റില്ല. നമ്മുടെ നാട്ടിലെ എല്ലാ തിയേറ്റേഴ്സും DTS equipped ആണ്. ഇപ്പോൾ ഡോൾബി 650 എന്ന് പറയുന്ന പ്രോസസ്സറുണ്ട്. എൻ്റെ പ്രോസസ്സർ ഡോൾബി 650. ആ ഡോൾബി 650 യൂസ് ചെയ്യുന്നവർക്ക് അതിൽ നിന്ന് 7.1ലേക്ക് കൺവേർഷന് വേണ്ടിയിട്ട് വെറും ചെറിയൊരു പ്രോസസ്സറും ചെറിയ കേബിളിങ്ങിൻ്റെ കാര്യത്തിൻ്റെ ആവശ്യമേ ഉള്ളൂ. നല്ലൊരു എഞ്ചിനീയർ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈസി ആയിട്ട് അത് കൺവേർട്ട് ചെയ്ത് 7.1 ആക്കാൻ പറ്റും. അതല്ല, അതിനേക്കാളും കുറഞ്ഞ പ്രോസസ്സർ യൂസ് ചെയ്യുന്നവർക്ക് ഡയറക്റ്റായിട്ട് ഡോൾബി 750 എന്ന് പറയുന്ന ഒരു പ്രോസസ്സർ ഇപ്പം മാർക്കറ്റിൽ അവൈലബിൾ ആണ്. ആ ഡോൾബി 750 വാങ്ങിച്ച് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ യു ക്യാൻ സ്വിച്ച് ടു 5.1, യു ക്യാൻ സ്വിച്ച് ടു 7.1. ഇപ്പോൾ ഏത് ഫോർമാറ്റ് ഓടുന്നത് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് ഒരു സ്വിച്ചിങ്ങിൻ്റെ കാര്യമേ ഉള്ളൂ. നമ്മളിപ്പോൾ 5.1നെ കുറിച്ച് പറയുമ്പോൾ തന്നെ 5.1 എന്താണ്, DTS എന്താണെന്നുള്ള തിരിച്ചറിവ് ഇതുവരെ നമ്മുടെ നാട്ടിൽ പലർക്കും ഇല്ല. DTS ഒരു കമ്പനിയുടെ പേരാണ്. DTS ഡിസ്ക് അവര് പ്രിന്റിലേക്ക് ശബ്ദം കൊണ്ടുവരാൻ സഹായിക്കുന്ന കമ്പനി, അത്രേ ഉള്ളൂ. പ്രിന്റ് ഇല്ല എന്ന് പറയുന്നിടത്തോളം കാലം DTS പ്രസക്തി ഇല്ല.